ഹലോ ഗെയ്സ്, കുറേ നാളായി ലോങ് വീഡിയോ എല്ലാം ഇട്ടിട്ട് നമ്മുടെ മണിക്കുട്ടൻ ഹോസ്പിറ്റലിലുള്ള കാരണം കൊണ്ട് ഒന്നും ഇടാനായിട്ട് നേരം കിട്ടാറില്ല. പിന്നെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെ കാര്യങ്ങൾ നീക്കിയിരുന്നതാണ്. പിന്നെ നമ്മുടെ മണിക്കുട്ടന് ഇപ്പോഴും ഉഷാറായിട്ടില്ല. അത് കാരണം കൊണ്ടൊരു സമാധാനമില്ല. അവനിപ്പോഴും ഗ്യാസിൻ്റെത് ഇങ്ങനെ ഇതായി ഫോമായിക്കൊണ്ടാണ് ഇനി ഇരിക്കുന്നത്. ഇന്നലെ അബുക്കുട്ടൻ മീൻ മേടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ കറിയും വെച്ച് കായും കൊള്ളി ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതേ പൂച്ചക്കുട്ടന്മാർ ഇന്ന് മോല കെട്ടി വയ്ക്കും, അവർ ഇതേപോലെ കാണിച്ചു വയ്ക്കും. പിന്നെ നമ്മുടെ അബുക്കുട്ടൻ എനിക്ക് വന്ന് ചായ കുടിക്കാൻ ഇനി ഓട്ടത്തിന് പോകണം. അപ്പോൾ ഇന്നും തുമ്മലാണ് ആൾക്ക്. പിന്നെ അതേ നമ്മുടെ മീൻ കറി ശരിയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ കട്ട്ള മീനാണ് കിട്ടിയത്. അപ്പോൾ അത് തേങ്ങ അരച്ച വെച്ച തേങ്ങാപ്പാലൊന്നും നിന്ന് പിടിയാൻ നിന്നില്ല. കുടപ്പുള്ളി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അബുക്കുട്ടനാണെങ്കിൽ ഈ കട്ട്ലയുടെ തലയൊക്കെ മീൻ്റെ ഏത് തല വെച്ചാൽ ആദ്യമയാണ് കഴിക്കാറ്. ഇപ്പം നമ്മുടെ അബുക്കുട്ടനാണ് കഴിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ച് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വഴറ്റിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുന്നത്. ഉടനൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അതേ മീൻകറി ആയത് നമ്മുടെ തലക്കുതിയൻ വന്ന് മീൻകറി കൂട്ടി അപ്പം കഴിക്കുന്നതാണ്. അങ്ങനെ മണിക്കുട്ടൻ ഇന്ന് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് മണിക്കുട്ടന് കരിക്കും വെള്ളതൊക്കെ മേടിച്ച് കൊടുത്തിരിക്കുന്നത്. പൂച്ച വീണ്ടും നമ്മുടെ ഓലപ്പുറത്ത് കയറി. പിന്നെ നമ്മൾ നിർമ്മല കുത്തരി വെച്ചിട്ടാണ് മോന് വേഗം തൈര് ഒഴിച്ച് ചോറ് കൊടുത്തത്. അതാകുമ്പോൾ പിന്നെ കൂട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. വെള്ളരി അവന് അത്ര ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ അണ്ണൻ്റെ മാങ്ങ അങ്ങനെ കഴിഞ്ഞു. സവിതക്കുട്ടി എന്ന് ചോറുണ്ണാണ്. മാളും നന്നിമയൊക്കെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഞാൻ മണിക്കുട്ടന് വയ്യാത്ത കാരണം കൊണ്ട് പോയില്ല. നമ്മുടെ ദാദിമയ്ക്ക് പ്ലിയൂർ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നാളെ ദാദിമയുടെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ വിശേഷങ്ങൾ മറ്റന്നാൾ നമുക്ക് പറയാം. അപ്പോൾ അതിന് പച്ചപ്പയറൊക്കെ മാൾ നന്നാക്കിയെടുക്കുക. ദാദിമ അത്തയുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതാണ് ദാദിമ കാണിച്ചു തരണം. ദാദിമ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പാട്ട്. അമ്മയും അനിയത്തിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായി. ഉണ്ണിവാവിയൊക്കെ മണിക്കുട്ടനെ കാണാനായിട്ട്. നല്ല കുറുമ്പൻ കുട്ടനാണ്. അപ്പോൾ അവൻ പഴം തിന്നണ ഭാഗമായി കാണുന്നത്. പിന്നെ നമ്മുടെ മൊയ്തീൻ വന്നു. ഒരു ചെറിയ തല്ലിപിടുത്തൊക്കെ ഉണ്ടായി. കോംപ്രമൈസായി. അബുക്കുട്ടൻ ചട്ടിയിലിട്ട് ചോറ് തിന്നുന്ന രംഗമാണ്. അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടെ. ഇങ്ങനത്തെ സംഭവമൊക്കെ എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ അതൊക്കെ ആൾ നോക്കിക്കോളും. ചട്ടിയിലിട്ട് ചോറ് തിന്നുന്നത് ആദ്യം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഓക്കേ, അപ്പോൾ ടാറ്റ, ബൈ ബൈ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മണിക്കുട്ടന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ.